ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പ്രളയബാധിതരുടെ വൈദ്യുതി വിച്ഛേദിച്ച കെഎസ്ഇബിയുടെ ഇരുട്ടടി ക്യാൻസർ രോഗിയുടെ വീട്ടിലെ വൈദ്യുതിയും വിച്ഛേദിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി 10ാം വാർഡിലാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി 10ാം വാർഡിൽ താമസിക്കുന്ന ഒരുപറ്റം നിർധന കുടുംബങ്ങൾ വീടുകളിൽ വെള്ളം കയറിയതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. മഴ മൂലം കഴിഞ്ഞ കുറച്ച് ദിവസമായി ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതി. ഈ കുടുംബങ്ങളുടെ വൈദ്യുതി ബന്ധമാണ് കെഎസ്ഇബി വിച്ഛേദിച്ചത്. ക്യാൻസർ രോഗിയായ ആനന്ദവല്ലി പ്രളയത്തിന് പിന്നാലെ ആരോഗ്യനില മോശമായി ആശുപത്രിയിലാണ്. കെഎസ്ഇബി ഈ കുടുംബത്തോടും കരുണ കാണിച്ചില്ലെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. ഇവർ മാത്രമല്ല, ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റിനെ 2 ഭാഗങ്ങളും ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ ഗവൺമെന്റ് ആശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട് മഴയത്ത് ഇടിഞ്ഞു വീഴുകയും അവർക്ക് വെള്ളത്തിൽ നടക്കുന്നത് 2 ദിവസം അധികം കിടന്നിട്ടാണ് ഞാൻ അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അയൽവാസികൾ പറഞ്ഞു ഇവര് ക്യാൻസർ പേഷ്യന്റ് ആണ്, വീട് ഇടിഞ്ഞ് കിടക്കുകയാണ്, ദൂരെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. പ്രദേശവാസികൾ ദുരിതാശ്വാസ ക്യാമ്പിലാണെന്നറിഞ്ഞിട്ടും അത് കേൾക്കാൻ പോലും കെഎസ്ഇബി ജീവനക്കാർ കൂട്ടാക്കിയില്ലെന്ന് പ്രദേശത്തെ CPM നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാനം ആകെ വലിയ ദുരന്തത്തെ നേരിടുമ്പോൾ അതിനേക്കാൾ വലിയ ദുരന്തം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വെള്ളം കയറി വീടുകളിൽ കഴിയാൻ കഴിയാതെ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുന്ന അവസരത്തിൽ കറണ്ട് ചാർജ് അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീടുകളിൽ നിന്ന് കറണ്ട് കട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൽ ചങ്ങനാശ്ശേരി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ രോഗം ബാധിച്ച് കഴിയുന്ന ആളാണ് ഈ ഇരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ വീട്ടിലെ കറണ്ട് ഇന്ന് രാവിലെ ഊരിക്കൊണ്ടുപോയി. വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ക്യാമ്പിൽ കഴിയുന്നതാണ്. ഊരാൻ വന്നപ്പോൾ അയൽവാസികൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇത് കട്ട് ചെയ്യരുത്, അവർ രോഗബാധിതരായ ആളുകളാണ്, വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ക്യാമ്പിൽ കഴിയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വീട്ടിലെ കറണ്ട് ഊരിക്കൊണ്ടുപോയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം കെഎസ്ഇബി പുനഃസ്ഥാപിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.